എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസുകൾ ഈ ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിത് ചെയ്യാൻ കാരണം ഇതിപ്പോഴാണ് നല്ല രീതിയിൽ പൂ പൂവിടാൻ പാകമായിട്ട് നിൽക്കുന്നത്. ഇതിപ്പം വളർച്ച പൂർണ്ണമായിട്ടായിട്ടുള്ള ആഫ്രിക്കൻ മല്ലിയുടെ തൈകളാണ് ഈ കാണുന്നത്. ഇതിനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൂവിടും. ഇതാണ് ഇതിൻ്റെ മാക്സിമം. ഈ നടുക്കുന്ന് വരുന്ന ഈ സംഭവം കണ്ടല്ലോ, ഇത് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇലകളൊക്കെ പറിച്ചെടുക്കണം. നമുക്ക് ഒരുപാടുണ്ട്, ഇതൊന്നും നട്ടാൽ മതി, പിന്നെ ആ പ്രദേശത്ത് ഇത് ഇങ്ങനെ മുളച്ചോളും. അവിടെയുണ്ട്. ഇതിപ്പോൾ നല്ല വളമുള്ള സ്ഥലത്തിട്ട് ആയ കാരണമാണ് ഇത് ഇത്ര വലുതായി നിൽക്കുന്നത്. ഇതിൻ്റെ ഇലകളൊന്നും പറിച്ചിട്ടില്ല, നമ്മൾ വേറെ ഭാഗത്തു നിന്നുള്ളതൊക്കെ പറിച്ചെടുക്കും. ഇതിൻ്റെ നോക്കുക, ഒരുപാട് തൈകളുണ്ട്. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഉണ്ട്. ഇതുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകുന്നതോടുകൂടി ഇതാണ് പൂവിടുന്നത്. ഇത് ഇനി ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും പൂവിടും. ഇതിൻ്റെ നടുക്ക് പൂവുണ്ടാകും. അതിനുശേഷം ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോകും. പൂവിടുന്നതോടുകൂടി ഇത് കരിഞ്ഞു പോകും. പിന്നീട് ഇതിൻ്റെ വിത്തുകളൊക്കെ എല്ലാം വീണിട്ട് അടുത്ത കൊല്ലം ഇതേപോലെ തൈകൾ ഒരുപാട് മുളയ്ക്കും. അപ്പോൾ ഇതാണ് നല്ല വലിപ്പമുള്ള സംഭവം. ഇതിൻ്റെ ഇല കണ്ടോ, നല്ലൊരു കുറച്ച് ബലമുള്ള ഇലകളാണ്. സൈഡിൽ മുള്ളു പോലെയുണ്ട്. കയ്യിൽ കൊള്ളത്തൊന്നുമില്ല. ചെറിയ മുള്ളു പോലെയുള്ള സംഭവം. അടിവശം ഇങ്ങനെ ഇരിക്കും. ഏകദേശം സാമ്പാറൊക്കെ വെക്കുമ്പോൾ, ഒരു 4 പേരുള്ള വീട്ടിൽ സാമ്പാർ വെക്കുമ്പോൾ ഒരു 2 ഇലയൊക്കെ ഇട്ടാൽ മതി. എല്ലാ കറികളിലും ഇടാം. സാമ്പാർ മാത്രമല്ല, ഇറച്ചി, ചിക്കൻ, മീൻ എല്ലാത്തിലും ഇടാം. ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇടാൻ അടിപൊളി സംഭവമാണിത്. ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്, ഏകദേശം ഒരു മാക്സിമം കൂടി പോയ ഒരു 2 അടി പൊക്കത്തിലാണ് ഇത് വളരത്തുള്ളൂ. ഈ ഇലകളും ഇതെല്ലാം കൂടി ഒരു 1 അടി. ഇതുണ്ട്, ഒരുപാട് ഇവിടെ മുളച്ചിട്ടുണ്ട്. നോക്കുക, ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഒരു ചോട് കൊണ്ട് നട്ടാൽ മതി, പിന്നെ ഇതങ്ങ് മുളച്ചോളും എല്ലാ വർഷവും. അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ മല്ലി. നമ്മുടെ മല്ലിയിലേക്കായാലും ഇതൊരു ചെറിയൊരു ഇല ഇട്ടാൽ മതി. മല്ലിയിലേക്കായാലും നല്ല സ്ട്രോങ് ആണ്, നല്ല സ്മെല്ലും ഉണ്ടാവും, പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് മല്ലിയിലയാണോ എന്നറിയാൻ വേണ്ടി നിങ്ങളൊന്ന് പറിച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മെല്ലെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ മതി. നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഈ കാണുന്നതാണ് ആഫ്രിക്കൻ മല്ലി.